കൃഷിദീപത്തിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏലംകുളത്തെ സിദ്ദിഖ് ബായുടെ വലിയൊരു കൃഷി കണ്ടു. എന്തിൻ്റെ കൃഷിയാണ് നമ്മൾ കണ്ടത്? സൂര്യകാന്തി പൂവിൻ്റെ കൃഷി കണ്ടു അല്ലേ. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ തണ്ണിമത്തൻ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, തണ്ണിമത്തൻ പല വലിപ്പത്തിലുള്ള പല സൈസിലുള്ള തണ്ണിമത്തനുകൾ ഇങ്ങനെ ഇവിടെ പാകമായിട്ട് നിൽക്കുന്നുണ്ട്. വെണ്ടുണ്ട്, ചെറിയ രീതിയിൽ പയറുണ്ട്, ഷമാമ്, ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് കാണാം സിദ്ദിഖ് ഭായ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. സിദ്ദിഖ് ഭായ്, നമ്മുടെ പ്രേക്ഷകർ കഴിഞ്ഞ തവണ കണ്ടത് നമ്മുടെ സൂര്യകാന്തി പൂവാണ് അല്ലേ. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇഷ്ടംപോലെ ആളുകൾ വരികയാണ്. അതിൻ്റെ കൂടെ ഈ തണ്ണിമത്തനും കാണാൻ ആളുകൾ വരുന്നുണ്ട് അല്ലേ. ഈ തണ്ണിമത്തൻ നമ്മൾ എന്നാണ് തുടങ്ങിയത്? ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു? ആണോ? ഇതിന് മുന്നേ കുറെ കാലമായിട്ട് ചെയ്യുന്നുണ്ട്, 4-5 വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. വേങ്ങരയാണ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് എത്ര തണ്ണിമത്തൻ ഏകദേശം ഇപ്പൊ എത്ര സെയിൽ നടന്നു? ഏകദേശം 20 ടൺ സെയിൽ നടന്നു. അതിന്റെ ബാക്കിയാണ് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് എന്നൊക്കെ പറയാം അല്ലേ. ആ ഒരു കണത്തിൽ ഇടയിൽ മഴ ഇല്ലാത്ത ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മള് വെള്ളത്തിന് എന്ത് ചെയ്തു? വെള്ളം ഓൾറെഡി കുളത്തിലുണ്ട്, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് കുളത്തേക്ക് അടിച്ചിട്ട് അതിന് പമ്പ് ചെയ്ത് അതിനുള്ള സൗകര്യം ഉണ്ടല്ലേ. ഇവിടെ ഇപ്പൊ കുറെ തണ്ണിമത്തൻ ഇങ്ങനെ വേണ്ടാത്ത പോലെ കിടക്കുന്നുണ്ട്. അതെന്താണ് അങ്ങനെ? അത് കുറച്ച് ചൂടിന്റെ പ്രശ്നമുണ്ട്, ചില ഭാഗങ്ങളൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് അല്ലേ. എന്നാലും കുറെ അതിൽ നല്ലതാണ് നമ്മൾ എടുത്തിട്ട് വെക്കുന്നത് അല്ലേ. ഇപ്പൊ ഇതൊക്കെ ഏകദേശം എത്ര സൈസ് ഉണ്ട്? ഇതൊക്കെ ഏകദേശം ഇപ്പൊ ലാസ്റ്റ് 3ാമത്തെ ബാച്ചാണ് ഇറക്കണത്. ഇതൊക്കെ ഏകദേശം 4 കിലോ. ഇത് നമ്മൾ ആയതാണോ? അത് മൂത്തിട്ടുണ്ടല്ലേ. സാധാരണ നമ്മൾ നല്ല ഗ്രീൻ കളറാണ്. ഇത് ഏതാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 4-5 വെറൈറ്റി വിത്തുകളുണ്ട്. കുറച്ച് നീളം കൂടിയ ഐറ്റം, റൗണ്ട്, പല മോഡലും. ഇതിന്റെ പേരെന്താണ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് സാധാരണ തണ്ണിമത്തൻ. ഇതിനകത്ത് റെഡ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ എത്ര കെജിക്ക് എത്രയാണ്? 22 ആയിട്ടാണ് ഇപ്പോൾ 22. നോർമൽ മാർക്കറ്റിൽ ഇപ്പൊ ഞാൻ ഇന്നലെ മേടിച്ചത് 22 രൂപയായിട്ടാണ് അല്ലേ. പക്ഷെ ഇതിൽ മരുന്ന് എന്തെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല, മരുന്ന് എന്തൊക്കെയാണ് നമ്മൾ? ഇതില് ഡോളോമാറ്റ് ഇടും. സാധാരണ ഇത്തളിന്റെ പകരം ഡോളോമാറ്റ് ഇടും. ഡോളോമാറ്റ് ഇട്ട് ലൈൻ അടിച്ച് ക്ലിയർ ആക്കിയതിനു ശേഷം ഒരു ഏരിയയിൽ ഒരു ചാക്ക് കോഴിവളം ഇടും. കോഴിവളം കോഴിവളം പിന്നെ സ്വല്പം പൊട്ടാഷ് ഇടും. പൊട്ടാഷ് ഇട്ടതിന് ശേഷം ട്രാക്ടർ വന്നിട്ട് ഏരി മാടി ക്ലിയർ ആക്കി 2 ലൈന് പൈപ്പ് ഇട്ടതിന് ശേഷം മൾച്ചിങ് ഷീറ്റ് ഇടും. വെള്ളം എല്ലായിടത്തും ഓപ്പൺ. ഷീറ്റ് ഇട്ടിട്ടാണോ? പക്ഷെ ഇവിടെ ഇത് പൊന്തിയിട്ടുണ്ടല്ലോ നല്ലോണം. ഇല്ല, ഷീറ്റ് അതുണ്ട്, ചില ഭാഗങ്ങളിൽ വരുന്നു. മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടാണ് ഇത് ചെയ്യുക, വിത്തിടുക. 1.5 ചിപ്പ് ഉണ്ടാവും. ആ ചിപ്പിൽ ഹോളിൽ കുത്തിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് വിത്തിടും. ഇതിന് നമ്മൾ പണിക്കാം. പിടിച്ചാ ഇങ്ങനെ ഇട്ടാ പിടിക്കുമോ? നോക്കട്ടെ, അതൊന്ന് പിടിക്കുമോ നോക്കണേ. ഇതട്ട് ഇടണോ? 1 2. പിടിക്കൂല, ഉറപ്പല്ലേ? എന്നാ പിടിച്ചോ. പവറാണ്. പറയും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. അപ്പോൾ വെള്ളം ഇഷ്ടം പോലെ നമുക്കുണ്ട് അല്ലേ? അത്യാവശ്യം. ഇതിപ്പോൾ ഇങ്ങനെ ഈ കുറച്ച് കേട് വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് നഷ്ടമാണോ? നഷ്ടമൊന്നും പ്രശ്നമില്ല, അങ്ങനെ വരില്ല. അല്ല, ഇപ്പം നമ്മൾ ഇവിടുന്ന് മഴ ഉണ്ടെങ്കിൽ ഇതൊന്നും നഷ്ടമല്ല. ഇതിനേക്കാളും വിളവ് കിട്ടിയിരുന്നു അല്ലേ. ഇപ്പം 20 ടണ്ണോളം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഇതിന് നമുക്ക് എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ഇത് സമയം 65 ദിവസമാണ് ഇതിന്റെ കറക്റ്റ്. വിത്ത് കുഴിച്ചിട്ട് വിത്താണ് ഞങ്ങൾ ട്രെയിലിട്ട് മുളപ്പിച്ചിട്ട് ഈ വിത്ത് മുളക്കാത്തോടത്ത് ഈ ട്രൈ ഇടും അല്ലേ. ഇതിന്റെ കൂടെ നമ്മൾ ഷമാമ ഉണ്ടായിരുന്നു അല്ലേ. അത് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2 ടൺ ഉണ്ടായിരുന്നു. തീരല്ല, മുഴുവൻ കഴിഞ്ഞു. കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. നോമ്പ് കഴിഞ്ഞോടെ അത് ഇപ്പൊ നമ്മുടെ മൊത്തം ഈ ഒരു കൃഷി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമാണോ അതോ? കുഴപ്പമില്ല, അത്യാവശ്യം നഷ്ടമൊന്നും വന്നിട്ടില്ല. ഇപ്പൊ ഈ കേടുവന്നതൊക്കെ നമുക്ക് എന്തിനാലും യൂസ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ കേടുവന്നൊക്കെ നമ്മൾ ഈ പശുക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇവിടുന്ന് ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ ഉണ്ട് കേട്ടോ. അത്ര അധികം ഇവിടെ നമ്മുടെ ചുറ്റിനും ഇത് പടർന്ന് നിൽക്കുന്നുണ്ട് അല്ലേ. ഇതല്ലാതെ നമുക്ക് വേറെ എവിടെയെങ്കിലും തണ്ണിമത്തൻ കൃഷി ഇപ്പൊ വേങ്ങരയിലുണ്ട്. പിന്നെ കൊണ്ട് സഹായിക്കാൻ ആളുകളുണ്ട്. അവർക്കൊക്കെ ഡെയിലി വേജ് അതിന് പണിക്കാരെ കിട്ടുന്നുണ്ടോ? അതിനൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ. പിന്നെ നമുക്ക് നമ്മുടെ മലയാളികൾ പ്രയാസം. അവർ കുറച്ച് ടൈം പണിയെടുക്കുമ്പോഴാണ് വെയിലാണ്, ചൂടാണ്, നല്ല വെയിലുണ്ട്. നല്ല വെയിലുണ്ട്. പക്ഷെ ഇവിടെ വെയിലത്ത് പണിയെടുക്കാറുണ്ടോ? എടുക്കാറുണ്ട്. നോമ്പിനടക്കം നോമ്പ് നോറ്റ് ഫുൾ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ അതിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ മക്കള് ഫുൾ ഹാപ്പിയാണ്. മക്കളത് ഫുൾ ടൈം ഉണ്ടാവും. ഈ കഥയിലൊക്കെ കാണുന്ന മാതിരി നമ്മുടെ അല്ലേ അമർ ചിത്ര കഥകളിലൊക്കെ കാണുന്ന മാതിരി ഉള്ള സംഗതി. എന്റെ പേരെന്താ പറഞ്ഞു? ഷാദിലോ? ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഇത് തന്നെയാണ് അല്ലേ. അപ്പുറത്തെ കണ്ടത്തിൽ എന്താണ്?
അതിൽ ഷമാമായിരുന്നു. ക്ഷമാമായിരുന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അതിലൊന്നും ഇല്ല ഇപ്പം അല്ലേ? ഒന്നുമില്ല. നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു. ഷമാമിനെ കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം? ഷമാമ് നല്ല അഭിപ്രായമായിരുന്നു. 2 കിലോ 2.5 കിലോനൊക്കെ ഏകദേശം ഷമാമ് ഉണ്ടായിരുന്നു. നല്ല ഉണ്ടായിരുന്നു. ആ, ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് തന്നെ ചെറുതായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. ഇവിടെ സ്റ്റാള് കെട്ടിയിട്ട് നോമ്പിനൊക്കെ ഉണ്ടായിരുന്നു. നോമ്പിനുണ്ടായിരുന്നു. 22 മുതലുണ്ട്. അത് ശരി, അത് ശരി. അപ്പൊ അന്ന് ബിസിനസ് ഒക്കെ ഒരു ദിവസം ഇപ്പൊ ഏകദേശം എത്ര നടക്കും? ഒരു ദിവസം 20,000 25,000 രൂപ ഇവിടുന്ന്. നടന്നു. അത് ശരി. അപ്പോൾ അത്യാവശ്യം ആളുകൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണല്ലേ അതിന്റെ. ഇതൊക്കെ ഇപ്പൊ ഇതിൽ നമ്മൾ അടുത്തതായിട്ട് എന്താ ചെയ്യാൻ? അടുത്തത് വെണ്ട ഇടാനുള്ള പരിപാടി. അത് കഴിഞ്ഞ ശേഷം നെല്ലിടും. സാധാരണ നെൽപ്പാടാണല്ലോ. നെൽപ്പാടാണ്. അതിന്റെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ നമുക്ക് ഈ നെൽപ്പാടത്തിന്റെ? നെൽപ്പാടത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഈ കൃഷിയൊക്കെ എന്തെങ്കിലും അതിന്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്? പൊടിച്ച് പൂട്ടി ക്ലിയർ ആക്കിയതിനു ശേഷം ഇത് ചെയ്യാം. സെറ്റാണ് ഇതില്ല. സെറ്റാണ്. ഇത് കഴിഞ്ഞാൽ നെല്ലിന് ഏറ്റവും ഗുണകരമാവും ഇതിന്റെ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. അപ്പൊ നെൽകൃഷിയാണ് നമ്മുടെ പ്രധാനം അല്ലേ? നെൽകൃഷിക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിന് സബ്സിഡി നിഷ മേഡം കൃഷി ഓഫീസർ നമ്മുടെ പഞ്ചായത്ത് ഏലംകുളം പഞ്ചായത്ത് തന്നെ അല്ലേ? ബഹുമാനപ്പെട്ട നിഷ മേഡം സപ്പോർട്ടും ചെയ്യുന്നു. ഇടക്കിടക്ക് ജോലി വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ പോകുമ്പോഴും വരും. നല്ല ഇൻട്രസ്റ്റ്. അങ്ങനെ ഒരാൾ നമുക്ക് കട്ടക്ക് ഭയങ്കര. പിന്നെ പഞ്ചായത്ത് മെമ്പർമാര് എല്ലാവരും നല്ല സപ്പോർട്ടാണ് അല്ലേ? അപ്പോൾ അതന്നെയാണ് വിജയത്തിന് അല്ലേ? വലിയ കാര്യമാണ്. ഇനി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വെണ്ട. അപ്പൊ എല്ലാം ഉണ്ട്. എല്ലാ കൃഷി ഉണ്ട്. ചെരങ്ങ, വെണ്ട. ചെരങ്ങ കഴിഞ്ഞു. ചെരങ്ങുണ്ട്. ചെരങ്ങ വെണ്ടയുണ്ട്. പയറിപ്പം ഇന്നലെ കുറച്ച് അറുത്തു. ഇനി ഇറക്കാണ്ട്. ഇതാണ്ട് ഒരു ചെറിയ തണ്ണിമത്തം കിടക്കണ. ഇവിടെ നോക്കിയ വളരെ ചെറുത്. ഇതിവിടെയാണ് വെണ്ട അല്ലേ? വെണ്ട ഡെയിലി ഇറക്കണം. അത് അറുത്ത് ഞാൻ വിചാരിച്ചു ഡെയിലി ഇറക്കണം. ഇത് എത്ര ഏകദേശം നമുക്ക് എത്ര? ഹൈബ്രിഡ് വിത്തിന് 5 രൂപ റേറ്റ് വരും. 5 രൂപ വരുന്നുണ്ട്. ഇത് എത്ര നമുക്ക് വിളവെടുക്കാൻ ഒരു ദിവസം കിട്ടുന്നുണ്ട്? ഇതൊരു ഏകദേശം ഒരു 7 കിലോ 8 കിലോ ഒരു ദിവസം. അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ സെയിൽ ചെയ്യുന്നതിന്റെ രീതി? നമ്മൾ ഈ 8 കിലോനായിട്ട് കൊണ്ടുപോയി കൊടുക്കാണോ? അല്ല, ഇവിടെ ഒക്കെ സ്റ്റാളിലാണ്. ഒക്കെ ഇവിടെ തന്നെ. അല്ലാണ്ട് നമ്മൾ ബൾക്കായിട്ട് ഈ 22 ടണ്ണിൽ 9 ടണ്ണ് കയറ്റിയിട്ടുണ്ട്. ഒന്നിച്ച് മലപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണല്ലേ? ഇതിനൊക്കെ നമ്മൾ ഈ വളം ഇതിനും ഈ കോഴിയുടെ കോഴിക്കാട്ടുന്ന പിന്നെ നമ്മൾ ഗോമൂത്രം ഉണ്ടല്ലോ, അത് ഫിൽറ്റർ ചെയ്ത് വിടും. അവിടെ വിഞ്ചിങ് ഉണ്ട്, അതിൽ ഫിൽറ്റർ ചെയ്ത് വിടും. കാര്യമായിട്ടുള്ള വളം. ധൈര്യമായിട്ട് ഒരു പ്രശ്നമല്ല. നമ്മൾ കഴിക്കണ അതേ സാധനം തന്നെ ജനങ്ങൾക്കും കൊടുക്കാനാണ് നമ്മുടെ ഉദ്ദേശം. വിഷരഹിതമായ. ഇതൊക്കെ എനിക്ക് ഭയങ്കര തിക്കായിട്ട് തോന്നുന്നു എനിക്ക്. സാധാരണ നമ്മൾ ഓരോന്നോരോന്നല്ലേ? അത് ഓരോ ഹോളില് ഒരു 2 പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ 2 സൈഡിലും ഹോള് അടിക്കും. ആ ഹോളില് 2 സൈഡിലും വിത്തിടും. അപ്പൊ അതിങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ടല്ലേ? അങ്ങനെ കണ്ടിട്ടില്ല വെണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഈ വെണ്ടക്കാരാണ് പറിക്കാറുള്ളത്? വെണ്ട വൈഫ്, മക്കള്. നിനക്ക് എത്ര kg കിട്ടാറുണ്ട് ഒരു ദിവസം? ഈ നീ ഒരുപാട് പണിയൊക്കെ എടുക്കുന്നുണ്ട്, അതിന് ഇത് തരാറുണ്ടോ? എത്ര രൂപ വരും? അത് ശരി, 500 രൂപയാണ് കൂലി ഒരു ദിവസം. ഡെയിലി 500? എന്തെങ്കിലും തരാതെ പറ്റിച്ചിട്ടുണ്ടോ? ഇടക്ക് പറ്റിക്കുവോ? അപ്പം എന്താ കച്ചറ ഉണ്ടാക്കുമോ? എന്നിട്ട് ഇപ്പം എത്ര ഉണ്ട് സമ്പാദ്യം കയ്യിൽ? കുറച്ച് പൈസ കടന്നു തരുമോ? ഉണ്ടാവോ? തരൂലെന്നോ അതോ ഉണ്ടാവില്ലെന്നോ? തരൂല്ലേ? ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് തരാം. 5000 എത്ര ഉണ്ട്? 5300 രൂപ ഉണ്ട്. അപ്പോൾ യുവ കർഷകന്റെ കയ്യിൽ 5300. ഇത് കുമ്പള ചെരങ്ങയാണല്ലേ? ചെരങ്ങയാണ്. അതൊന്ന് എടുത്ത് കാണിക്കുമോ? ചെറിയ ചെരങ്ങ.
ബോളിത് ചെറുതായിട്ട് പറത്തിട്ടുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു സൈസ് പറയുന്നത്? സൈസ് അല്ല, സൈസ് കുറച്ച് കൂടുതലുണ്ട്. ഇത് ചെറുതാണ്. ഇത് ഇടവേളകളായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ ഇടവേളയായിട്ടാണ്. പിന്നെ അതിന്റെ ഇടയിൽ എന്തൊരു ഒരു സ്പെഷ്യൽ തണ്ണിമത്തൻ സാധാരണ തന്നെയാണ് അതിന്റെ ലാസ്റ്റ് കളർ അത് വലുതാകുന്നതിനനുസരിച്ചിട്ട് അല്ലേ? ചിരങ്ങതിന്റെ ഇടയിലൊക്കെ ചിരങ്ങ അവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ചിരങ്ങ അവിടെ ചിരങ്ങുണ്ട് അല്ലേ? ഇതേപോലത്തെ ബോള് ചിരങ്ങാണല്ലേ? പിന്നെ ഇത് അത് പയറാണോ? ഇന്നലെ അറുത്തിട്ടുണ്ട്. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പച്ച കളറിൽ ഇത് നമ്മൾ ഡെയിലി ആവില്ല എടുക്കുന്നത്. ഡെയിലിയാണോ? എത്ര kg വെച്ചിട്ട് കിട്ടുന്നുണ്ട്? ഇതൊരു 50 kg ഒക്കെ വെച്ച് കിട്ടിയിരുന്നു. ഇപ്പോൾ കുറച്ച് കമ്മിയായിട്ടുണ്ട്. അതൊക്കെ ഇടമഴയുടെ ഒരു പ്രശ്നമുണ്ട്. ഈ പയറിനൊക്കെ പെട്ടെന്ന് ഈ പുഴുക്കളൊക്കെ പെട്ടെന്ന് വരില്ലേ? അതിന് തന്നെ കായ്ച്ചയുടെ ഒരു ബോട്ടിലുണ്ട്. എന്തിന്റെ കായ്ച്ച ഈച്ച കുത്തുന്നുണ്ട്. അതിന് ബോട്ടിൽ ബിസ്ക്കറ്റ് വാങ്ങും. ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് ഒരു കുപ്പിക്ക് ഹോള് കെട്ടിയിട്ട് ആ ഉള്ള ബിസ്ക്കറ്റ് കെട്ടി കഴിഞ്ഞാൽ ഈ പ്രാണികളൊക്കെ അതിൽ വന്നു വീഴും. എന്നാലും നമുക്ക് മരുന്നടിക്കേണ്ട ആവശ്യം. മരുന്നടിക്കേണ്ട കാര്യമല്ല അല്ലേ? അപ്പോൾ ആ പ്രശ്നം ഉണ്ട് എന്തായാലും അല്ലേ? പ്രശ്നമുണ്ട് ചെറുതായിട്ട്. ഇത് ഇന്ന് നമ്മൾ ഇതിന്ന് വിളവെടുത്തിട്ടുണ്ടോ? ഇന്ന് എടുത്തില്ല, ഇന്നലെ എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? ഇന്നലെ 5 കിലോന് 5 കിലോനോളം അല്ലേ? ചെരങ്ങക്ക് ആ ഭാഗത്താണ് ഇത്. നമ്മൾ ഇതെന്താ കുമ്പളൻ ഇതൊക്കെ ചെരങ്ങ തന്നെയാണ്. ഈ ചെരങ്ങ എനിക്കൊണ്ട് വെറുതെ പല ഭാഗത്തായിട്ട് നോമ്പായിട്ട് നമ്മളെ നോമ്പിന് ചെരങ്ങയുടെ ഇല കൊടുത്തിരുന്നു. ചെരങ്ങയുടെ ഇല ഇതുണ്ടോ? ഇത് എത്ര വരും ഏകദേശം സൈസ്? 2 കിലോ 2 കിലോനുള്ള 2 കിലോന്റെ മുകളിലും വരും. പക്ഷേ അതിന്റെ മുമ്പ് പൊട്ടിക്കുകയാണ്. അതെ, നല്ല ഇളയത് കിട്ടാൻ. അതൊക്കെ ഈ ചെരങ്ങ എല്ലാ സ്റ്റാളിലും ഫുൾ സ്റ്റാളിലുണ്ട്. സ്റ്റോളിലാണല്ലേ ഈ സ്റ്റോള്? ഇത് സാധനം വാങ്ങാനായിട്ട് ആളുകൾ വരാറുണ്ട്. നല്ല പച്ചക്കറി അത് കാലങ്ങളായിട്ട് ഉണ്ട് തോന്നുന്നു. അല്ല, അത് ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് കിട്ടിയ ഓരോ കൃഷിയിടങ്ങളാണ് ചെയ്യുമ്പോൾ അവിടെ തന്നെ സ്റ്റാൾ കിട്ടും. ഇതൊരു പുതിയൊരു എനിക്ക് തോന്നുന്നു പുതിയൊരു ഐഡിയ ആണ് ഇത് അല്ലേ? പുതിയൊരു ഐഡിയ അത് നമുക്ക് എന്താ പറയുക, ആളുകൾക്ക് ഇതിങ്ങനെ കണ്ടുകൊണ്ട് വാങ്ങിക്കണം. നമ്മളിപ്പോ കൂടുതൽ എന്താ വെച്ചാൽ നമ്മള് ഹോൾസെയിലായി കൊണ്ടുപോകുമ്പോൾ നമ്മള് കർഷകർക്ക് ഒരു തളർച്ച അവരവിടെ ചെന്നിട്ട് കംപ്ലൈന്റും കാര്യങ്ങളും പറയും. ഒരു വില ഉണ്ടാവില്ല, നിശ്ചിത വില. അതാണ് കർഷകരും ഇതാകുമ്പോൾ സ്റ്റാളിൽ കെട്ടി ധൈര്യമായി കൊടുക്കും. തെളിവ് ഇവിടെ കിടക്കുകയാണ് അല്ലേ? നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നു അവർക്ക് വേണമെങ്കിൽ നേരിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ ഒന്നുകൂടി ഒരു തവണ നമ്മൾ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി വേണേൽ പറഞ്ഞോളൂ. ഇവിടെ വന്നിട്ട് നമ്മൾ സാധനങ്ങൾ ഒക്കെ വാങ്ങാനുള്ള ആളുകൾക്ക് ഏത് വഴിയാണ് വരുന്നത്? അബൂബക്കർ സിദ്ദീഖ് ഏലംകുളം, സൺ ഓഫ് വീരാൻകുട്ടി. നമ്മളെ വഴി ഏലംകുളം പഞ്ചായത്ത് ഓഫീസിൻ്റെ അതിന് തോണിക്കടവ് റോഡ്. നമ്മളെ സ്റ്റാൾ വേണമെങ്കിൽ ഫോട്ടോ നമുക്ക് അങ്ങോട്ട് പോവാം സ്റ്റാളിലേക്ക്. അപ്പോൾ ഇത് നമ്മൾ കണ്ടതാണ്. ഇവിടെ എപ്പോഴും ആളുകൾ സെൽഫിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നനച്ചു തുടങ്ങിയോ സിദ്ദീഖ് ഭായ്? നനച്ചു. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്താണോ? ടൈമറാണോ? അല്ല, ടൈമറല്ല. മാനുവലി ചെയ്യാണ് അല്ലേ? മാനുവലി ചെയ്തിട്ട് ഇതിപ്പോ എത്ര നേരം നനക്കുന്നുണ്ടെന്ന്? ഇതൊരു അരമണിക്കൂർ. അതിലൊന്നും നമുക്ക് റൂളില്ല. നമ്മളെ കുട്ടി കർഷകരുണ്ട്, അതൊക്കെ കുട്ടി കർഷകർ നോക്കിക്കോളൂ അല്ലേ? പക്ഷെ നിങ്ങൾ പൈസ കൊടുക്കണില്ല എന്നാണ് പറയുന്നത്, കംപ്ലൈന്റ് ഉണ്ട്. ഇതാണ് സ്റ്റോൾ അല്ലേ? അതാണ് സ്റ്റാൾ. ഇതിലൂടെയാണ് നമ്മുടെ എൻട്രൻസും ഈ ആളുകൾക്ക് വരാനും പോകാനൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളിവിടെ ഒരു ചെറിയ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്, 20 രൂപ. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു ഉദ്ദേശം
എന്തൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതേമാതിരി പാവപ്പെട്ട ചികിത്സ അങ്ങനെയുള്ള അങ്ങനെ ചെയ്തിട്ടുണ്ടോ അത്? ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്തത്? അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? കച്ചവടം ഉണ്ടോ? ആരാണ് കച്ചവടക്കാര്? ഇത് മോളാണ് കേഷ്യർ. എന്താണ് വെണ്ടയ്ക്ക വില? ഇതെന്താ വില? 50. ഡിസ്കൗണ്ട് ഒന്നും ഇല്ല? ഡിസ്കൗണ്ട് ഉണ്ട്, കടയിൽ 60, ഇവിടെ 50. ഇവിടെ 50 ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട്. ഇത് മോനാണോ? അല്ല, ജ്യേഷ്ഠൻ്റെ മോന്. ജ്യേഷ്ഠൻ്റെ മോന്. ഈ ഇവിടെയും ശമ്പളം കൊടുക്കണ്ട? ശമ്പളം എല്ലാവർക്കും. നമ്മളെല്ലാത്തിനും പരിപാടിയില്ല. എത്ര ഉണ്ട് ഇവിടെ ശമ്പളം? ശമ്പളം കച്ചവടത്തിനനുസരിച്ച് ശമ്പളം. ഇതോ 25. ഇതോ വെള്ളരി ഉണ്ടോ? നമുക്ക് വെള്ളരിണ്ട്. വെള്ളരിണ്ട്. മാങ്ങ നമ്മളുടെ പച്ചമാങ്ങ ഒറിജിനൽ പൗഡറും കാര്യങ്ങളും ചേർക്കാം. ഇത് ഏകദേശം ഇത്ര സൈസ് വരുന്നുണ്ട്. നമുക്ക് ചിരങ്ങ നമ്മൾ കണ്ടില്ല. ഈ തണ്ണിമത്തനും ഈ തണ്ണിമത്തനും ഉണ്ടോ? അത് ഇറാൻ അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് അല്ലേ? അത് ഈ ഒരു ഭാഗത്ത് തന്നെയാണോ? ഉള്ളു മഞ്ഞ കളർ. പച്ചമാങ്ങ എവിടുന്നാണ്? പച്ചമാങ്ങ ഇവിടെ നമ്മളെ കൂട്ടുകാരെ അർത്ഥമില്ല. അതെ, വെള്ളരി നമ്മൾ ഇതിനകത്ത് തന്നെ ചെയ്യുന്നത് അല്ലേ? വെള്ളരി ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ബിസിനസ് ടൈമാണ് അല്ലേ? ഈവനിങ് ആണ് തോന്നുന്നില്ല എനിക്ക് ഏറ്റവും അധികം ആളുകളിൽ. ആരെ ബിസിനസ്സിന് ഇവരൊക്കെ തന്നെയാണ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് അല്ലേ? ഇവിടെ ഇപ്പോൾ ഏകദേശം ഇതാ ഒരു ലോഡ്. ഇത് എങ്ങോട്ട് കൊണ്ടുപോകണ്ട? അത് വേങ്ങരന്ന് നമ്മൾ അവിടുത്തെ കൃഷി സ്ഥലത്ത് ഇങ്ങോട്ട് കൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇത് എങ്ങോട്ടോ? ഇവിടെ സെയിൽസ് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ബിസിനസ് ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. ആളുകൾ കണ്ടമാനം വന്ന് വാങ്ങണത്. അതാ ഇതൊക്കെ എന്താണ് പോണത്? കായക്കൊലൊക്കെ പോകണ്ടല്ലോ. ഇത് എവിടെ നിന്ന് ഈ കായക്കൊല? കൃഷി ഉണ്ടോ? ചെറിയ കൃഷികളൊക്കെ അല്ലേ? ഇവിടെ ഭയങ്കര ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട്. വരാറുണ്ടോ അങ്ങോട്ട്? അതെ. എന്താ പേര്? മുഹമ്മദ്. എന്തൊക്കെ കൃഷി ഉണ്ട് നമുക്ക്? അതെ, ഉഷാറാട്ടെ. ഓക്കെ എന്നാ. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. എന്തായാലും വലിയൊരു ഇത് നമ്മൾ ഈ ഒരു കൃഷി എന്നതിലുപരി ഈ വലിയൊരു ബിസിനസ് ട്രിക്ക് കൂടി ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്, കർഷകർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൃഷിയിടവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. വൻ ബിസിനസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് നോക്കി വാങ്ങാം. മരുന്നുകളോ ഇല്ലേ? മരുന്നുകളോ അല്ലെങ്കിൽ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒന്നും ഇല്ല. മാത്രമല്ല ഇതിന് നമ്മുടെ സൂര്യകാന്തി പൂക്കൾ കാണാൻ ചെറിയൊരു ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിലൂടെ കിട്ടുന്ന തുക അദ്ദേഹം വിനിയോഗിക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കർഷകരെ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുക, അവരെ കാണിപ്പിച്ച് നിങ്ങളെ പ്രചോദിപ്പിക്കുക എന്നതാണ് കൃഷിദീപവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ച കൃഷിദീപം തുടരുകയാണ്. കർഷക കാഴ്ചകൾ അവസാനിക്കുന്നില്ല, തുടരുകയാണ്. മറ്റൊരു കർഷകനുമായിട്ട് കൃഷിദീപം അടുത്ത ആഴ്ച വീണ്ടും തുടരും. അതുവരേക്കും ഗുഡ് ബൈ.